ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ നറൂട്ടോ സീരീസിലെ ഒബീറ്റോ ഉച്ചിഹയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ നറൂട്ടോ എങ്ങനെ ഒരു ഹൊക്കാഗെയായി മാറിയോ അതുപോലെ ഒരു ഹൊക്കാഗെയായി മാറേണ്ട ക്യാരക്ടർ ആയിരുന്നു ഒബീറ്റോ. ഇങ്ങനെ ഉണ്ടായ ഒരു ഒബീറ്റോ എങ്ങനെ വില്ലനായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഉച്ചിഹ വംശത്തിൽ ജനിച്ച ഒരാളായിരുന്നു ഒബീറ്റോ. നറൂട്ടോയെ പോലെ തന്നെ തനിക്കും ചെറുപ്പത്തിൽ ഒരു ഹൊക്കാഗെ ആകണം എന്നായിരുന്നു തന്റെ ആഗ്രഹം. അതിനുവേണ്ടി നമ്മുടെ ഒബീറ്റോ വളരെയധികം കഷ്ടപ്പെടാനും തുടങ്ങി. നമ്മുടെ ഒബീറ്റോയുടെ ടീംമേറ്റ്സ് ആണ് കക്കാഷിയും റിന്നും. ഇവരുടെ മാസ്റ്റർ ആണ് നമ്മുടെ മിനാട്ടോ. ഇവരുടെ ഈ ഒരു ടീമിനെ നോക്കിക്കഴിഞ്ഞാൽ മറ്റു ഫൈറ്റ്സും അതുപോലെ മിഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എല്ലാം പെർഫെക്റ്റ് ആയി ഒരു പിടിയിൽ മുൻപിൽ നിൽക്കുന്നത് നമ്മുടെ കക്കാഷിയാണ്. കക്കാഷി ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഫസ്റ്റ് ആവുന്നത് കൊണ്ട് ഒബീറ്റോക്ക് കക്കാഷിയെ അത്രയങ്ങ് ഇഷ്ടമല്ല. ഇവർക്കിടയിൽ എപ്പോഴും ഇങ്ങനെ വഴക്ക് പോകാറുമുണ്ട്. എന്നാൽ ഇവരെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നത് നമ്മുടെ റിന്നാണ്. നമ്മുടെ ഒബീറ്റോ പല സമയത്തും ഫെയിൽ ആകുമ്പോൾ ഒബീറ്റോയെ മോട്ടിവേറ്റ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ റിന്നാണ്. അതായത് ഒബീറ്റോയെ എല്ലാവരും ഇങ്ങനെ കളിയാക്കുന്ന സമയത്തൊക്കെ റിൻ അവിടെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒബീറ്റോയ്ക്ക് റിന്നിന്റെ മുകളിൽ ഒരു ക്രഷ് ഉണ്ടാവുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ കക്കാഷിയുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവർക്കുണ്ടായ ഒരു മിഷനിൽ റിന്നിനെ കുറച്ചുപേർ തട്ടിക്കൊണ്ടു പോകുമ്പോൾ നമ്മുടെ ഒബീറ്റോയും കക്കാഷിയും റിന്നിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായ എനിമിയുമായിട്ട് ഇവർക്കൊരു ഫൈറ്റ് നടക്കുന്നു. അങ്ങനെ അവിടെ ഉണ്ടായ ആ ഒരു ഫൈറ്റിലാണ് ആദ്യമായി നമ്മുടെ ഒബീറ്റോയ്ക്ക് ഷെറിംഗൻ ആക്ടിവേറ്റ് ആവുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായ ആൾക്കാരൊക്കെ അടിച്ചിട്ട് റിന്നിനെ അവസാനം രക്ഷിക്കാൻ പോകുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ കക്കാഷിയുടെ മുകളിൽ പാറകളൊക്കെ വീഴാൻ പോകുന്ന ആ ഒരു സമയത്ത് ഒബീറ്റോ കക്കാഷിയെ രക്ഷപ്പെടുത്തുന്നു. എന്നാൽ നമ്മുടെ പാവം ഒബീറ്റോ ആണെങ്കിൽ ആ ഒരു പാറയ്ക്കുള്ളിൽ കുടുങ്ങി പോകുന്നു. ഇപ്പോൾ നമ്മുടെ ഒബീറ്റോയെ നോക്കിക്കഴിഞ്ഞാൽ തന്റെ ബോഡിയുടെ പകുതിയും ആ ഒരു പാറയ്ക്കുള്ളിൽ പെട്ടുപോയി. അതായത് പാതി ജീവനോടെയാണ് ഇപ്പോൾ ഒബീറ്റോ ഉള്ളത്. ഈ സമയമാണ് ഒബീറ്റോ തന്റെ ആ ഒരു ഷെറിംഗൻ കക്കാഷിക്ക് കൊടുക്കുന്നത്. അതിനുശേഷം എല്ലാവരും കരുതിയിരുന്നത് ഇവിടെ ഒബീറ്റോ മരിച്ചുപോയി എന്നാണ്. എന്നാൽ ഇവിടെ ഒബീറ്റോ മരിക്കുന്നില്ല. നമ്മുടെ മാതറ ഒബീറ്റോയെ സേവ് ചെയ്തിട്ടുണ്ടാകും. അതായത് ഒബീറ്റോയുടെ പാതി ഡാമേജ് ആയ ആ ഒരു ബോഡി ഹാഷിറാമ സെൽസ് ഒക്കെ വെച്ച് പഴയതുപോലെ ആക്കി മാറ്റിയിട്ടുണ്ടാകും. പിന്നീട് അവിടെ ഉണ്ടായ വൈറ്റ് സെറ്റ്സുമായിട്ടൊക്കെ ഫ്രണ്ടായി അവിടെ നിന്നും ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസമാണ് നമ്മുടെ റിന്നും കക്കാഷിയും തമ്മിൽ ലിസ്റ്റ് വില്ലേജിലെ ആൾക്കാരുമായിട്ട് ഒരു ഫൈറ്റ് പോകുന്നു. അങ്ങനെ ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഒബീറ്റോ മാതറയോട് ഞാൻ ഇവിടെ നിന്നും പോകുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ വൈറ്റ് സെറ്റ്സ് ഒബീറ്റോയും കൂട്ടി പുറത്തേക്ക് പോകും. എന്നാൽ ഈ സമയം നമ്മുടെ മാതറ ഒബീറ്റോയോട് പറയുന്നുണ്ട് നീ എവിടെ പോയാലും അവസാനം ഇവിടേക്ക് തന്നെ തിരിച്ചു വരുമെന്നും പറയുന്നു. എന്നാൽ ഒബീറ്റോ ഇത് അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നുമില്ല. അങ്ങനെ ഒബീറ്റോ ആണെങ്കിൽ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഓടി ആ ഒരു ഫൈറ്റ് നടക്കുന്നതിന്റെ അടുത്ത് എത്തുമ്പോഴാണ് നമ്മുടെ കക്കാഷി റിനിനെ ചിത്തോരി വെച്ച് കൊല്ലുന്നത് നമ്മുടെ ഒബീറ്റോ കാണുന്നു. ഈ സമയത്താണ് നമ്മുടെ ഒബീറ്റോയുടെ ഷെറിംഗൻ മാഗിഗോ ഷെറിംഗനായി മാറുന്നത്. ഒബീറ്റോയുടെ മാത്രമല്ല കക്കാഷിയുടെയും. ഈ സമയം നമ്മുടെ കക്കാഷി ആണെങ്കിൽ മയങ്ങി വീഴുന്നു. കൂടാതെ റിന്നും മരിച്ചു വീഴുന്നു. ഇതൊക്കെ കാണുന്ന ഒബീറ്റോയുടെ ദേഷ്യവും സങ്കടവും ഒക്കെ പുറത്തു വന്ന് നമ്മുടെ ഒബീറ്റോയുടെ ബോഡിയിലുണ്ടായ ആ ഒരു ഹാഷിറാമ സെൽസ് വെച്ച് ആ ഒരു മിസ്റ്റ് വില്ലേജിലുള്ള ആൾക്കാരെ മുഴുവനായും അവിടെ അടിച്ചു കൊല്ലുന്നു. നമ്മുടെ ബ്ലഡിൽ കുളിച്ച ഒബീറ്റോ കരഞ്ഞുകൊണ്ട് റിന്നിനെ എടുക്കുന്നതോട് കൂടിയാണ് ഇവിടെ പതിയെ താൻ ഒരു വില്ലനായി മാറുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞാണ് ഒബീറ്റോ ആദ്യമായി ലീഫ് വില്ലേജിൽ വന്ന് അവിടെ പല സംഭവങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത്. നറൂട്ടോ ജനിക്കുന്ന സമയത്ത് നമ്മുടെ നറൂട്ടോയും കുഷനെയും നമ്മുടെ ഒബീറ്റോ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. അതിനുശേഷം നൈൻറ്റെയിൽ പുറത്ത് വന്ന് നൈൻറ്റെയിലിനെ തന്നെ കൺട്രോൾ ചെയ്ത് പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ തുടങ്ങുന്നു. അവസാനം നമ്മുടെ മിനാട്ടോ വന്ന് ഒബീറ്റോയുമായിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കുന്നു. എന്നാൽ നമ്മുടെ മിനാട്ടോ കരുതിയിരുന്നത് ഇത് മാതറയാണെന്നാണ്. അങ്ങനെ നമ്മുടെ മിനാട്ടോയും കുഷനെയും തന്റെ ജീവൻ കൊടുത്ത് നറൂട്ടോയെ സേവ് ചെയ്യുകയും ആ ഒരു കുറാമയുടെ പകുതി ചാക്ര മിനാട്ടോയുടെ ബോഡിയിലും ബാക്കിയുള്ള പകുതി ചാക്ര നറൂട്ടോയുടെ ബോഡിയിലും സീൽ ചെയ്ത് വെക്കുന്നു. ഇത് കാണിച്ചാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഒബീറ്റോ മാതറ എന്ന് പറഞ്ഞ് പെയിനിന്റെ അടുത്തേക്ക് പോകുന്നു. നമ്മുടെ അക്കാട്സക്കി ടീമിൽ സാസോരി മരിച്ചതിന് ശേഷം ദെയ്തരയുടെ ടീമേറ്റ് ആയി നമ്മുടെ ഒബീറ്റോ ടോബി എന്ന പേരിൽ രണ്ടുപേരും ടീമപ്പായി പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങുന്നു. ഇവിടെ ടോബിയെ നോക്കിക്കഴിഞ്ഞാൽ ഫണ്ണായി നല്ല കോമഡി ആയിട്ടാണ് കാണിച്ചു തന്നത്. രണ്ടുപേരും ത്രീ ടെയിലിനെ പിടിക്കുന്നത് തുടങ്ങി ടോബി എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ചെയ്തങ്ങ് പോവുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെയും താൻ മാതറയാണെന്ന് പറഞ്ഞ് തന്റെ പ്ലാൻ പ്രകാരം എല്ലാം തന്നെ മുൻപോട്ട് പോവുകയാണ്. അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അക്കാട്സക്കി ടീമിലുള്ള മറ്റു മെമ്പേഴ്സ് ഒക്കെ മരിക്കുന്നു. നമ്മുടെ ഇറ്റാച്ചി മരിക്കുന്നു. തുടങ്ങി പല വിഷയങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം തന്റെ പ്ലാൻ പ്രകാരം ആ ഒരു വാറ് തന്നെ സ്റ്റാർട്ട് ആകുന്നു. അങ്ങനെ വാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഒബീറ്റോയും മാതറയും ചേർന്ന് അവിടെ ഉണ്ടായ ഷിനോബീസിനെതിരെ ഫൈറ്റ് തുടങ്ങുന്നു. അങ്ങനെ വാറിന്റെ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് നമ്മുടെ കക്കാഷിക്കും അതുപോലെ മൈറ്റ് ഗൈ മിനാട്ടോ ഇവർക്കൊക്കെ ഈ ഒരു മാസ്ക് വെച്ച ക്യാരക്ടർ ഒബീറ്റോ ആണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ഏകദേശം വാറിന്റെ അവസാനത്തിൽ എത്തുമ്പോഴാണ് ഒബീറ്റോയ്ക്ക് തന്റെ തെറ്റ് മനസ്സിലായി. താൻ വന്ന പാത തെറ്റായിട്ടുള്ളതാണെന്ന് ഒബീറ്റോ തിരിച്ചറിയുകയും ചെയ്യുന്നു. അങ്ങനെ അതിനുശേഷം കാഗുയയായിട്ടുള്ള ഫൈറ്റ് നമ്മുടെ നറൂട്ടോയെ ഒബീറ്റോ ഹെൽപ്പ് ചെയ്യുകയും അവസാനം താൻ പോകുന്നതിന് മുൻപ് കക്കാഷിക്ക് കുറച്ച് സമയം ആ ഒരു ഷെറിംഗൻ കൊടുക്കുകയും ചെയ്യുന്നു. കക്കാഷി ആ ഒരു മാഗിക്യൂ ഷെറിംഗൻ വെച്ച് സുസനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും കാഗുയായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ അവസാനം ഒബീറ്റോ മരിച്ച് സ്വർഗത്തിൽ നമ്മുടെ
റിന്നിന്റെ അടുത്ത് ഒബീറ്റോ എത്തുന്നു. ഒബീറ്റോയുടെ ഈ ഒരു സ്റ്റോറി ഞാൻ വളരെ ഷോർട്ട് ആയിട്ടാണ് ഇവിടെ പറഞ്ഞത്. കൂടാതെ ഒബീറ്റോയുടെ മറ്റ് പവേഴ്സ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു ഉച്ചിയ ക്ലാനിലുള്ള ഒരാളാണ്. ഷെറിംഗൻ യൂസ് ചെയ്യാൻ സാധിക്കും, മാഗിക്ക് ഷെറിംഗൻ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാഷിറാമ സെൽസ് ഉള്ളത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഉണ്ട്. കൂടാതെ കാമോയും യൂസ് ചെയ്യാൻ സാധിക്കും. അവസാനം വാർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻടെയിൽ ബീസ്റ്റിന്റെ ജിഞ്ചുരിക്കായി മാറുന്നതും പല വിഷയങ്ങൾ ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഒബീറ്റോ എന്ന ക്യാരക്ടർ ഒരുപക്ഷെ വില്ലനായി വന്നില്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു. നമ്മുടെ മിനാട്ടോ മരിക്കില്ലായിരുന്നു, നമ്മുടെ ഇറ്റാച്ചി ലീഫ് വില്ലേജിലെ ആൾക്കാരെ കൊല്ലില്ലായിരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ ഒബീറ്റോ ആണ്. ഇനി അവസാനം നിങ്ങളോട് ചോദിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ ഒബീറ്റോ ഒരു വില്ലനാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഒബീറ്റോയെ കുറിച്ച് വളരെ ഷോർട്ടാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒബീറ്റോയെ പറ്റി പറയാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഉച്ചിഹ ക്ലാന്റെ വീഡിയോസ് ഒക്കെ പറയുന്ന സമയത്ത് ഒബീറ്റോയെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.